തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് 3 ഹനുമാൻ കുരങ്ങുകൾ ചാടിപ്പോയി. മൃഗശാല പരിസരത്ത് തന്നെ കുരങ്ങുകൾ ഉണ്ട്. വിവരങ്ങളുമായി വി വിനോദ് ചേരുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാം. ഈ ഹനുമാൻ കുരങ്ങുകൾ 3 കുരങ്ങുകളാണ് ചാടിപ്പോയത്. നേരത്തെയും സമാനമായ സംഭവമുണ്ടായ പശ്ചാത്തലമുണ്ടായിരുന്നു. ഈ ഹനുമാൻ കുരങ്ങുകൾ ഇപ്പോൾ ഈ മൃഗശാലയുടെ പരിസരത്ത് അതിൻ്റെ സമീപത്തുള്ള വൃക്ഷങ്ങളിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിനെ തിരികെ കൂട്ടിലാക്കാനുള്ള ശ്രമത്തിലാണ് ബന്ധപ്പെട്ടവർ എന്നാണ് മനസ്സിലാകുന്നത്. വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, വിവരങ്ങൾ. രഞ്ജിത്ത്, വീണ്ടും തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് കുരങ്ങുകൾ ചാടിപ്പോയിരിക്കുന്നു. നേരത്തെ ഒരു കുരങ്ങാണ് ചാടിയത്. ഇപ്പോൾ 3 കുരങ്ങുകൾ മൃഗശാലയിൽ നിന്ന് ചാടിപ്പോയിരിക്കുന്നു. 3 പെൺകുരങ്ങുകളാണ്. ഹനുമാൻ കുരങ്ങ് ഇനത്തിൽപ്പെട്ട 3 പെൺകുരങ്ങുകളാണ് ചാടിപ്പോയത്. ഈ പരിസരത്ത് തന്നെ ഉണ്ട് എന്ന ഒരു വിലയിരുത്തലാണ്. ഒരു കുരങ്ങ് നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത് അത് സിംഹവാലൻ കുരങ്ങാണ്. അതിന്റെ ആവാസ വ്യവസ്ഥ ഈ മ്യൂസിയത്തിനുള്ളിലെ ഈ വൃക്ഷങ്ങൾ തന്നെയാണ്. സാധാരണ നിലയിൽ സിംഹവാലൻ കുരങ്ങുകൾ ചാടിപ്പോകാറില്ല. എന്നാൽ ഹനുമാൻ കുരങ്ങുകൾ അങ്ങനെയല്ല. അത് ഈ കിടങ്ങ് പോലുള്ള ഒരു പ്രദേശത്ത്, അത് ഉയരം കുറഞ്ഞ ചില വൃക്ഷങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഉയരം കൂടിയ വൃക്ഷങ്ങളിലേക്ക് ചാടിപ്പോകുന്ന കുരങ്ങ് ഇനമാണ്. അങ്ങനെയുള്ള 3 കുരങ്ങുകളാണ് ഇപ്പോൾ ഈ അതിന്റെ ആവാസ കേന്ദ്രത്തിൽ നിന്ന് മാറിയിരിക്കുന്നത്. ഇത് തുറന്ന പ്രദേശമാണ്, കൂടിനുള്ളിൽ അടച്ച നിലയിലല്ല. ഇതിൽ ഒരു കുരങ്ങിനെ ഇവിടെ വല്ലഭം എന്ന ഒരു വൃക്ഷമുണ്ട്, അതിന് മുകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റ് 2 കുരങ്ങുകളും ഈ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ഉണ്ട് എന്ന ഒരു വിലയിരുത്തലാണ്. പുറത്തേക്ക് പോയിട്ടില്ല എന്ന് കരുതുന്നു. അതേസമയം ഇതിനെ മയക്കുവെടി വയ്ക്കുകയോ ആ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പിടികൂടാൻ, അതായത് പ്രകോപനം ഉണ്ടാക്കി ഈ കോമ്പൗണ്ടിന് പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതില്ല എന്നത് തന്നെയാണ്. സ്വാഭാവികമായി ഒരുപക്ഷെ തിരികെ വരുമെന്ന കണക്കുകൂട്ടലുണ്ട്. നേരത്തെ ഒരു കുരങ്ങാണ് മാസങ്ങൾക്ക് മുൻപ് ഇവിടെ നിന്ന് ചാടിപ്പോയത്. ആ കുരങ്ങും ഇപ്പോൾ ഈ ചാടിപ്പോയവയുടെ കൂട്ടത്തിലുണ്ട്. ഇപ്പോൾ 3 എണ്ണമാണ് ഇങ്ങനെ ചാടിപ്പോയത്. നേരത്തെ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് ഒരു വർഷം മുൻപ് കൊണ്ടുവന്ന കുരങ്ങുകളാണ്. ആ ഇനത്തിൽപ്പെട്ട കുരങ്ങുകളാണ് ചാടിപ്പോയത്. ആദ്യം ഈ ചാടിപ്പോയ കുരങ്ങ്, അതായത് മാസങ്ങൾക്ക് മുൻപ് ഇങ്ങനെ കുരങ്ങ് ചാടിയ സമയത്ത് നമ്മുടെ പബ്ലിക് ലൈബ്രറി ഉണ്ട്. പബ്ലിക് ലൈബ്രറിയുടെ പരിസരത്തൊക്കെ 1-2 ദിവസം ഇരിക്കുകയും പിന്നീട് ഈ ജർമ്മൻ പഠന കേന്ദ്രമായ ഗോധ സെന്റർ അതിന് സമീപത്ത് നിന്ന് കുരങ്ങിനെ പിടികൂടുകയുമായിരുന്നു. ആ സമയത്ത് മൃഗശാല അധികൃതർ പറഞ്ഞത് ഇവയെ പാർപ്പിക്കാൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തുമെന്ന് അന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇതുവരെയും അത്തരത്തിലുള്ള ഒരു പ്രത്യേക സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഈ 3 കുരങ്ങുകളാണ് ഇവിടെ നിന്ന് ചാടിപ്പോയത്. നേരത്തെ ചാടിയ കുരങ്ങ് ഉൾപ്പെടെ 3 എണ്ണമാണ്. ഇതിൽ ഒരെണ്ണത്തിനെ ഇതിനകത്ത് തന്നെ കണ്ടിട്ടുണ്ട്, കോമ്പൗണ്ടിനുള്ളിൽ തന്നെ കണ്ടിട്ടുണ്ട്. മറ്റുള്ളവയും ഇതിനകത്തുണ്ട് എന്ന് കരുതുന്നു. വളരെ പെട്ടെന്ന് തന്നെ 3 കുരങ്ങുകളെയും തിരികെ ഇതിന്റെ ആവാസ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരാമെന്ന ഒരു പ്രതീക്ഷയിലാണ് മൃഗശാല അധികൃതർ. ദൃശ്യങ്ങളിൽ കാണാം. ആ 3 കുരങ്ങുകൾ ഒന്നിനെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. സമീപത്ത് തന്നെ വൃക്ഷത്തിൽ അതുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. മറ്റു 2 കുരങ്ങുകളെ കുറിച്ചാണ് വിവരം ലഭ്യമാകേണ്ടത്. വിനോദ്, ഒപ്പം ഇത് ഈ ചാടിപ്പോകാനുണ്ടായ സാഹചര്യം എന്താണ്? കൂട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന കുരങ്ങുകളല്ലായിരുന്നോ? ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? നേരത്തെയും സമാനമായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചിട്ടുണ്ടല്ലോ അവിടെ. രഞ്ജിത്ത്, ഇതൊരു കിടങ്ങ് പോലുള്ള പ്രദേശമാണ്. അതായത് എങ്ങനെ പ്രത്യേകിച്ചൊരു കൂടിനുള്ളിൽ അല്ല ഇവയെ അടച്ചിട്ടുള്ളത്. തുറന്ന പ്രദേശമാണ്. നേരത്തെ തന്നെ മൃഗശാലയിൽ ആ തരത്തിലുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയിരുന്നു. കൂട്ടിൽ അടയ്ക്കുന്നതിനേക്കാൾ തുറന്ന ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് മൃഗങ്ങളെ വിടുക, സ്വാഭാവികമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു രീതിയിലേക്ക് മാറിയത്. ഇപ്പോൾ ഈ 3 കുരങ്ങുകൾ ചാടിപ്പോയത് അത് ഒരു കിടങ്ങ് പോലുള്ള പ്രദേശത്താണ് ഈ 3 കുരങ്ങുകളെയും പാർപ്പിച്ചിരുന്നത്. അവിടെ നിന്നാണ് ഇതിങ്ങനെ ചാടിപ്പോയിട്ടുള്ളത്. നേരത്തെ തന്നെ ഇതിൽ ഒരെണ്ണം ചാടിപ്പോയിരുന്നു. മാസങ്ങൾക്ക് മുൻപാണ്. അത് ദിവസങ്ങളോളം തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സഞ്ചരിച്ചിരുന്നു. നഗരത്തിൽ പാളയത്തും സ്റ്റാച്യുവിലും ഒക്കെയായി പല കെട്ടിടങ്ങളുടെ മുകളിലും മരങ്ങൾക്ക് മുകളിലും ഒക്കെ കുരങ്ങ് സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് പിന്നീട് കുരങ്ങിന് ദിവസങ്ങൾക്ക് ശേഷം പിടികൂടി തിരികെ കൊണ്ടുവന്നത്. അന്ന് ഈ വാഴക്കുലയും മറ്റും കെട്ടിയിട്ടൊക്കെയുള്ള പരീക്ഷണം നടത്തിയിരുന്നു കുരങ്ങിനെ ആകർഷിക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ അന്ന് ചാടിയ ആ കുരങ്ങ് അതിനൊപ്പം മറ്റ് 2 കുരങ്ങുകൾ കൂടി, അങ്ങനെ 3 എണ്ണമാണ് ഈ പ്രദേശത്ത് നിന്ന് ചാടിയിരിക്കുന്നത്. പക്ഷേ ഈ പരിസരം വിട്ടു പോയിട്ടില്ല എന്ന് തന്നെയാണ് കണക്കുകൂട്ടുന്നത്. കാരണം ഒരു കുരങ്ങിനെ ഇതിനകം തന്നെ ഒരു വൃക്ഷത്തിന് മുകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റ് 2 കുരങ്ങുകളും ഈ ഭാഗത്ത് ഉണ്ട് എന്ന കണക്കുകൂട്ടലാണ്. പക്ഷേ ഇപ്പോൾ പ്രകോപിപ്പിച്ച് ഇതിനെ പിടികൂടേണ്ടതില്ല, അല്ലെങ്കിൽ ഈ കുരങ്ങുകളെ പിടിക്കുന്നതിന് വേണ്ടി കൂടുതലൊരു പരിശ്രമം നടത്തേണ്ടതില്ല. കാരണം ഈ കോമ്പൗണ്ടിന് പുറത്തേക്ക്
പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ നിലയിൽ ഇതിനെ വീണ്ടും ഇതിന്റെ ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരിക, അതിനെ ആ സ്ഥലത്തേക്ക് ആകർഷിക്കുക എന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ വനം വകുപ്പിന്റെ മറ്റു ഉദ്യോഗസ്ഥർ മറ്റൊന്നും ഇവിടെ എത്തിയിട്ടില്ല. മൃഗശാല ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇപ്പോൾ ഇവിടെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത്. അവരുടെ ഒരു നിയന്ത്രണത്തിൽ തന്നെയാണ് കാര്യങ്ങളുള്ളത്. ഏതായിരുന്നാലും നേരത്തെ കുരങ്ങ് ചാടിപ്പോയപ്പോൾ ചില പ്രത്യേക സംവിധാനങ്ങൾ ഇവയെ പാർപ്പിക്കുന്നതിന് ഏർപ്പെടുത്തുമെന്ന് മൃഗശാല അധികൃതർ വ്യക്തമാക്കിയിരുന്നതാണ്. പക്ഷേ ഇതുവരെയും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സിംഹവാലൻ കുരങ്ങാണ്. ഇതിന്റെ ഒരു പ്രത്യേകത ജീവനക്കാർ പറയുന്നത് ഇത് ചാടിപ്പോകില്ല. സാധാരണ നിലയിൽ ഒരു ആവാസ കേന്ദ്രത്തിൽ ആയാൽ അല്ലെങ്കിൽ ഒരു ആവാസ വ്യവസ്ഥയിൽ സ്ഥിരമായി ഉണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് സിംഹവാലൻ കുരങ്ങുകൾ ചാടിപ്പോകാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഓപ്പൺ സ്പേസിലിട്ടാൽ, ഈ തുറന്ന പ്രദേശത്തിട്ടാലും പുറത്തേക്ക് പോകാനുള്ള അല്ലെങ്കിൽ പുറത്തെ ഈ കോമ്പൗണ്ടിന് പുറത്തേക്കും അവിടെ നിന്നുള്ള വൃക്ഷങ്ങളിലേക്കുമൊക്കെയും അങ്ങനെ മാറില്ല. പക്ഷേ ഹനുമാൻ കുരങ്ങുകൾ അങ്ങനെയല്ല, ഉയരം കൂടിയ വൃക്ഷങ്ങളിലേക്ക് ചാടിപ്പോകും. മാത്രമല്ല അതിന്റെ ആവാസ വ്യവസ്ഥ, സ്ഥിരമായ ഒരു ആവാസ വ്യവസ്ഥ എന്നൊന്നില്ല. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് മാറി മറ്റ് വൃക്ഷങ്ങളിലേക്കും ജനവാസ കേന്ദ്രങ്ങളിലേക്കുമൊക്കെയും പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ 3 കുരങ്ങുകൾ ഈ മൃഗശാല പരിസരത്ത് തന്നെ, ഈ കോമ്പൗണ്ടിന് അകത്ത് തന്നെ ഉണ്ട് എന്ന ഒരു കണക്കുകൂട്ടലാണുള്ളത്. ഒരു കുരങ്ങിനെ ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട്. മറ്റ് 2 കുരങ്ങുകൾ കൂടി ഇതിനകത്ത് ഉണ്ട് എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. രഞ്ജിത്ത്.